അപ്പോൾ എല്ലാവർക്കും കാറാക്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ നമുക്കിന്ന് നമ്മളെ റൂട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ കർണാടക കേരള അതിർത്തിയാണ്, അതായത് കൂട്ടുപുഴയെത്തി. നമ്മളിന്നൊന്ന് കൊടകിലേക്ക്, അതായത് ലോക്ക്ഡൗണിന് ശേഷം അല്ല, ഒരു മാർച്ചാണ് ലോക്ക്ഡൗൺ തുടങ്ങിയത്. ഒരു മാർച്ച് മുതൽ ഒരു 9 മാസത്തോളം ഈ കർണാടക കയറിയിട്ട് ഇനി ലോക്ക്ഡൗണിൽ വരുന്നെല്ലാം പറയുന്നത്. അതിനിടയ്ക്കൊന്ന് കൊടകിൽ പോയിട്ട് വരും. നമ്മൾ ആഴ്ചക്ക് പോകുന്ന സ്ഥലമാണ് കൊടക്. അപ്പോൾ നമുക്ക് ആ ഒരു ചുരവും ആ ഒരു വിരാജപേട്ടയും കൊടകും ഇതെല്ലാം ഒന്ന് അഥവാ ലോക്ക്ഡൗൺ വന്നതിന് പോക്ക് കിടക്കില്ല. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് പോയിട്ട് വരാം. നമുക്ക് നോക്കാം ഈ കൊടകിലെ കാര്യങ്ങളിൽ ഒരു ചെറിയൊരു ട്രിപ്പ്, 1 ഡേ ട്രിപ്പ് നോക്കിയിട്ട് വരാം. ഇന്ന് ഫാമിലി ട്രിപ്പാണ്. ഫാമിലി നമ്മളെ ബ്യൂട്ടീഷ്യൻ, അതായത് പുതിയ അവിടെ വെളിച്ചില്ലടാ, തീരെ വെളിച്ചില്ല. കാറിനുള്ളിൽ റംഷാദ് ഉണ്ട്, റിച്ച് ബോയ് ഉണ്ട്, അണ്ണൻ ഉയർ, നമ്മളെ കുട്ടൻ്റെ ന്യൂ ലൈഫ് കുട്ടൻ്റെ മോളിതാ. എന്നാ ഇവിടെ വരുന്നതിനു പൊന്നു, പൊന്നു അനിയത്തിയുണ്ട്, എൻ്റെ മോളുണ്ട്, ഷബാനുണ്ട്. ഷബാൻ്റെ മാസ്ക് ക്യാമറ ഓണാക്കിയാലിട്ട്. എൻ്റെ കുട്ടൻ്റെ മോളുണ്ട്. കുട്ടാ അപ്പം ബദൽ പാലം വരുന്നുണ്ട്. ഈ ഒരു തർക്കത്തിലുള്ള കേരള ആ പകുതി വരെ കേരളത്തിൻ്റെ പകുതി ഇങ്ങോട്ട് കർണാടക. പിന്നെ അതിങ്ങനെ ഈ ഒരു സ്റ്റെക്കിലാവുള്ളേ. അത് വന്നാൽ ഓക്കെ, ക്ലിയറായി. ആ വരുത്തുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ ബസ്സിന് ഒരു ബസ് തന്നെ ഒരു 10 ഓടിക്കണം. അതൊന്ന് കടന്നിട്ടുണ്ടെങ്കിൽ വോൾവോ ബസ്സല്ല, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. കാരണം ഈ കൊറോണയ്ക്ക് മുമ്പ് ഇപ്പം എല്ലാ ബസ് കുറവല്ലോ. എത്ര ഒരു ദിവസം എത്ര ബസ് വന്ന് പോകുന്ന പാലാത്. ഇനി അങ്ങോട്ടൊരു കുടം കൂടി ഉണ്ട്, മാസ്ക് ഉണ്ടാ. നമ്മളെ പേട്ടയ്ക്കൊക്കെ ഒരുപാട് മാസ്ക് ഒന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. മാസ്ക് വേണമെന്ന് ടോളിലോട്ടിൽ നടന്നു നോക്കട്ടെ. ഇവനെന്നാ അറിയാം കറക്റ്റ് പറയാൻ കാരണം, ഇവൻ്റെ ഭാര്യ വീട് ഇടുക. ഇവൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. ക്വാറന്റൈനിൽ എന്തൊക്കെ ഇല്ലേ? ഒരു ദിവസം കൊണ്ട് പോയി വന്നോ വേണ്ടല്ലേ? ആ, നീ കറക്റ്റ് ഒരു ദിവസം കൊണ്ട് എടുത്തില്ലേ? ഇതൊന്നും ഇതിൽ വരുന്നില്ലല്ലോ. ഇല്ല വരില്ല. ഈ ഒരു കുഴി കണ്ടാ, ഞാൻ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ട് ഏരിയ. അധികം വന്നിട്ട് ഇവിടെ സുജൂതിയല്ല, ആ കുഴിയിൽ അങ്ങ് പോയി വീഴല. ഈ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ പ്രത്യേകത പണ്ടാരോ പാട്ടത്തിന് കൊടുത്താലും അപ്പോൾ എഴുതിയത് പിന്നെ 0 കൂടിപ്പോയി, 10 കൊല്ലമുള്ളത് 100 കൊല്ലമായി പോയാലോ. അങ്ങനെ പറയുന്നൊക്കെയുണ്ട്. സത്യാവസ്ഥ ആർക്കറിയാം. എന്തായാലും കിട്ടിയാക്കലൊക്കെ തന്നെ. ആ, അതായത് കർണാടക അതിസുന്ദരം എന്ന് പറഞ്ഞത് ക്ലൈമറ്റാണ്. കേരളം കഴിഞ്ഞിട്ടുള്ള കർണാടക വേറെ വിഷയം. പക്ഷെ ക്ലൈമറ്റ് കാര്യത്തിൽ കർണാടക അത് പറയാതിരിക്കാനാവില്ല. അത്ര അതിസുന്ദരം. ഏത് ആ ഒരു ഈ പൊട്ടിയതല്ല, ഈ ഒരു പാലാന്ന് നമ്മളെ ഒരു പിന്നെ ആ ഒരു ഫ്ലഡ് ടൈമിൽ പൊളിഞ്ഞ പാലായി. ഇവിടെയാണ് പൊളിഞ്ഞു പോയിന്. ഇതുകൊണ്ട് അപ്പുറമുണ്ട് ഇതാ നല്ല സസ്യശ്യാമള കോമള ഭംഗിയുടെ തുളുമ്പുന്നുണ്ട്. അവർ കുളിസി നടക്കുന്നുണ്ട്. ആരും ശ്രദ്ധിക്കണ്ട, സൂക്ഷിച്ച് നോക്കണം, എന്നാലും കാണാൻ പറ്റും. അതല്ല സൂക്ഷിച്ച് നോക്കേണ്ട ഉള്ളി, അത് ഞാനല്ല. അത് മൂപ്പർക്ക് ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഏത് ജില്ല സ്പെഷ്യൽ ഐറ്റംസ് ഉള്ളു. ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊന്നും കൊടുക്കില്ല. ഇപ്പം കുറേ തെറി നോക്കുന്നതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്താ മോനെ, എൻ്റെ മോനോടുത്തു റിച്ചോ വിജയ് ഇടുണ്ട് പോലും. കാണാൻ പോന്നാ? വിജയിനെ കാണാൻ പോണാ? ഇന്നലെ ഫുള്ള് രാത്രിക്ക് പാട്ട് കേൾക്കലേന് വിജയിൻ്റെ. ഞാനും കേൾക്കുവേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ തുള്ളാൻ തോന്നും. ഇന്നലെ ഞാനും ഓണം കൂടി രാത്രിക്ക് റൂമിൽ നിന്ന് ഡാൻസ് കളിച്ചതാ. എ സി എന്ന് പറയുമ്പോൾ സംഭവം ഒന്നല്ല. എൻ്റെ റൂമിൽ AC ഒന്നുമില്ല, ഏട്ടൻ്റെ റൂമിൽ ഉമ്മനടിച്ചതാ. നോക്കുമ്പോൾ AC വെള്ളം വീണിട്ട് മൂപ്പർ എടുത്തടിച്ച് തലയടിച്ച് വീട് ഡാൻസ് കളിച്ചതാ. ഏട്ട ഇരുട്ടി അമ്മോച്ചൻ പിയാപ്പിള ബന്ധ ഭയങ്കര അപ്പേറ്റ ബന്ധം. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ബിസിനസ് നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടുന്ന് അധികം ആൾക്കാരും ഈ പിന്നെ കുരുമുളക്, പിന്നെ ഇഞ്ചി, എന്തെല്ലാം നമ്മൾ കൃഷിക്ക് ഒരു പാട്ടത്തിന് കാപ്പി, കുരുമുളക്, ഏലം ഉണ്ടാവും. അങ്ങനെ ഒരു ഇതെല്ലാം പിന്നെ എല്ലാം കാരണം കൃഷി കാര്യങ്ങളിലും ഇവിടുത്തെ ഇരിട്ടി ടീം, തലശ്ശേരി മട്ടന്നൂർ ടീമെല്ലാം പാട്ടത്തിന് നോക്ക് ഇവിടെ പേട്ടയ്ക്ക് കുറേ എടുക്കുന്നുണ്ട്. അതുപോലെ അതേപോലെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് പിന്നെ പേട്ടക്കുന്ന്, മടിക്കരിന്ന് അങ്ങനെല്ലാം ബിസിനസ്. അതായത് സാധനം ഡ്രസ്സ് എടുക്കാനായാലും ഫാൻസി എടുക്കാനായാലും ഏറ്റവും കൂടുതൽ നമ്മളെ ഷോപ്പിലാണ് കേട്ടോ കാർ ആക്സറീസ്. നമ്മുടെ അടുത്ത് നല്ല ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എന്താവശ്യത്തിനും അവർ ഫസ്റ്റ് ഓടി വരുന്നത് നമ്മൾ ഇറ്റിയിലേക്കാണ്. അത്രയും മാത്രം
ഇത് നമ്മളെ ആ ഒരു ടൈം പൊട്ടിപ്പോയി, അതായത് ഫ്ലഡ് ടൈം പൊട്ടി ആയതാണ് റോഡ് മൊത്തം. അതായത് പകുതി റോഡ് അങ്ങനെ തന്നെ പോയിന്, ബ്ലോക്കായത്. ഇപ്പോൾ ശരിയായി കെട്ടി ലെവലാക്കി അടിപൊളിയാക്കി. ഓ നല്ല കുഴിയാ. കുറച്ചും കൂടി അപ്പുറമാണ് അത് കൊല്ലിയും കാര്യങ്ങളായി ആ ഒരു സൈഡിൻ്റെ അപ്പുറമായിരുന്നു. ഇറങ്ങി നടക്കാനില്ലേ നമ്മളെ ഈ ചുരം. ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു വികാര നമ്മളെ ചുരം. കിണറായത് പണ്ട് മുതലേ പിന്നെ കാൽനട പോകുന്ന ടീമും അവരെല്ലാം ഉപയോഗിക്കുന്ന സംഭവം ഇത്. കാൽനട കഴിഞ്ഞാൽ പിന്നെ കാളവണ്ടി അവരെല്ലാം ഉപയോഗിക്കുന്ന കിണറാക്കേണ്ടത്. അവർ ചുരത്തിൻ്റെ ഏകദേശം ഇത് ഇവിടുന്നൊരു 5-8 കിലോമീറ്റർ ചെക്ക് പെരുമ്പാടി വരുന്നത് അവർ മധ്യത്തിലായിട്ട് അവർ കിണർ സാധിച്ചു. കാരണം വെച്ചാൽ രണ്ട് അങ്ങനെ ഒരു നാക്കാൽ ഇങ്ങനെ ഒരു നാക്കാൽ ഉപയോഗിക്കാനുള്ള ഇതാണ്. അതിൻ്റെ കറക്റ്റുള്ള സത്യാവസ്ഥ എന്നറിയില്ല. കിണർ ഉപയോഗിക്കുന്നതാണ് ആൾക്കാർ. ബൈക്കെല്ലാം റൈഡേഴ്സെല്ലാം പോകുന്നുണ്ട്. ഇപ്പം നല്ല യാത്രകൾ, അതായത് റൈഡും കാര്യങ്ങളെല്ലാം ലൈഫ് കൊറോണയ്ക്ക് ശേഷം അടിച്ചു പൊളിക്കണം എന്നുള്ള ലൈഫും മൈൻഡ് കുറേ ആക്കുന്നു. ഈവൻ എനക്കടക്കം ഈ ഒരു അമ്പലം കണ്ട്, അതായത് ചുരത്തിൻ്റെ ഒത്ത സെൻറ്റർ പിന്നെ പണി കഴിപ്പിച്ച അമ്പലമാണിത്. ഇതിപ്പോൾ പിന്നെ ഹനുമാൻ്റെ അമ്പലം. ഇത് കേരളത്തിൽ ഇല്ല, കേരളത്തിൽ കോഴിക്കോട് ഒന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോർത്തിലേക്ക്. ഓ സുനീറ നേരെ തിരിഞ്ഞോക്കി. അതായത് പിന്നെ കോഴിക്കോട് നോർത്ത് ഭാഗത്ത്, അതായത് ഹനുമാൻ്റെ അമ്പലം അല്ല. ഈ ചുരത്തിൻ്റെ പണിയെടുക്കുമ്പോൾ തന്നെ പണിയെടുപ്പിച്ചാണ് തോന്നുന്നത്. ഇത് പണ്ട് പോലെ പുരാണമായിട്ടുള്ള സാധനമാണ്. അല്ല ഇതിപ്പോൾ റിന്യൂവേറ്റ് ചെയ്തത് ചുരത്തിൻ്റെ പണിയെടുക്കുമ്പോൾ തോന്നുന്നത്. അതായത് നമ്മൾ ഈ ഒരു പേട്ട ചുരത്തിൻ്റെ മധ്യത്തിലെടുക്കുന്നത് ഈ ഒരു ഹനുമാൻ്റെ അമ്പലം. ഇതാ ആ പ്രളയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടിയത് ഇവിടെയും ആ ഒരു മണ്ണ് കണ്ട അങ്ങ് ഒളിച്ചു അവിടെ എല്ലാം കെട്ടിയിട്ടുണ്ട്. അതെല്ലാം റെഡിയാക്കി. കുറേ റോഡും കാര്യങ്ങളും പിന്നെ ആ ഒരു കാന പിന്നെ അതായത് ഓവുചാൽ വായി കിട്ടുന്നില്ല. ഓവുചാൽ കുറേ പണികൾ നടന്നു കേട്ടോ. ഈ ഒരു 5-8 മാസം കൊണ്ട് വർക്കുകൾ കുറേ നടന്നു. എന്നാലും അതൊരു നല്ലൊരു കാര്യം തന്നെ. ഈ ഒരു വണ്ടി ബ്ലോക്കുള്ള സമയത്ത് വർക്കുകൾ നടന്നല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കർണാടക അതിർത്തിയിലാണ്. കർണാടക അതിർത്തിയില്ല, കർണാടക സ്റ്റേറ്റിലുള്ള അധികം ഈ ഒരു ചുരം കയറുമ്പോൾ ഏത് ചുരം കയറും പറയും ചെവിയാട്. എനിക്ക് ചെവിയാടല്ല ചുരം കയറുമ്പോൾ കുട്ടനുണ്ടല്ല ചെവിയാടല്ല എനിക്കിവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ ഒരു ഭയങ്കര സംശയമാണ്, ഉത്തരം തരണേ. അപ്പോൾ ഈ ചുരത്തുമ്പോൾ ഈ ഒരു മുകളിൽ വീടുണ്ടാവില്ലേ, അവരെല്ലാം ഇപ്പോൾ ചെവിയാട് നിൽക്കുന്നില്ല. അത് മേലെ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ആയി വരല്ലേ, അതാ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. വ്യൂ നമ്മനെ കോട മഞ്ഞ ഇറങ്ങുന്നത്. ഇപ്പോൾ വ്യൂ പിടിക്കണമെങ്കിൽ കുറച്ച് താഴെ ഇറങ്ങേണ്ടത് പറ്റിയ സിറ്റുവേഷൻ അല്ല. വീട്ടിൽ ക്ലൈമറ്റ് ഇല്ല. നമുക്കൊന്ന് ക്ലാസ് ആകുമ്പോഴാ സീസോ ക്ലാസ് മാസമല്ല മാസമല്ലേ. ഇവിടെ ഒരു ബോർഡും ആമൻ്റെ ചിത്രമെല്ലാം കാണുന്നുണ്ട്. വല്ല ഐഡിയ ഉണ്ടോ? ഐഡിയ ഉള്ള ആൾ കുറച്ചാൾ കമൻറ്റ് അതെന്തിനാ അങ്ങനെ വെക്കുന്നത്. ആ ഒരു ആമൻ്റെ, അതായത് ആമൻ്റെ ചിത്രം ആമൻ്റെ ചിത്രം സ്പീഡ് ലിമിറ്റെല്ലാം പറഞ്ഞു. അതിലുള്ള ആൾ കുറച്ച് കമൻറ്റ് ചെയ്യണം അതെന്തിനാ അങ്ങനെ വെച്ചിരുന്നുള്ള. ധൈര്യമായിട്ട് മാസ്ക് ഒരു കോപ്പ് ഇടാണ്ട് റോഡുമ്പിലൂടെ വന്ന് അഭിമാനത്തോട് പറയുന്നില്ലേ, ഒരാഗ്രഹത്തിലേക്കാണ് റോഡുമ്പിൽ ഇറക്കിയതാണ് മാസ്ക് ഇടാണ്ട്. കർണാടകത്തിൽ വന്നുകൊണ്ട് നടത്തിയ ഈ ഒരു കുളം കണ്ട, അതായത് ഈ ചോര. ഇപ്പോൾ നമ്മൾ പെരുമ്പാടി എത്തി, പെരുമ്പാടി ചെക്ക് പോസ്റ്റ് എത്തി. പിന്നെ മുതലിലുള്ള കുളം. പിന്നെ പണ്ടത്തെ ആൾക്കാർ പറയുന്ന കേൾക്കുന്നുണ്ട്, ഈ പണ്ട് രാജാക്കന്മാരിലോ യുദ്ധകാലത്ത് ആ ഒരു കാലത്ത് പിന്നെ ആരെല്ലാം അടിച്ച് കൊന്ന് കുളത്തിലൂടെ കൊണ്ടുപോയി പറയുന്ന കേൾക്കലുണ്ട്. എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, പറയുന്ന കേൾക്കലുണ്ട്. പിന്നെ ആ ഒരു രാജവംശ ടീമല്ലോ ആൾക്കാരെ കൊന്ന് തള്ളുന്ന ഏരിയ ഇതല്ലോ ഈ കുളം. പിന്നെ മുതലുണ്ട്. നമ്മളങ്ങനെ ഈ ഒരു ചുരം കഴിഞ്ഞ് പെരുമ്പാടി എത്തി. ഇതിപ്പോൾ ചെക്ക് പോസ്റ്റ്, അവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് യാതൊരുവിധ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം
കർണാടകത്തിൽ പിന്നെ ഒന്നുമില്ല, ക്വാറന്റൈന് കാര്യം ഒന്നുമില്ല, ചെക്കിങ് വളരെ കുറവാണ്. നമ്മൾ കേരളത്തിലിപ്പോൾ നമ്മളിപ്പം വരുമ്പോൾ നമ്മൾ പിന്നെ കിളിയന്തര ചെക്ക് പോസ്റ്റിൽ കർണാടക വണ്ടിയെല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ടെല്ലാം വിടുന്നുള്ളൂ. അതൊന്നും ഇവിടെ ഇല്ല, ആ ചെക്ക് പോസ്റ്റിലൊന്നുമില്ല. നമ്മൾ പഴയ പോലെ ആദ്യം ഇങ്ങനെ വന്ന് അതേപോലെ വന്ന് ഫ്രീ ആയി വന്ന് നേരെ ടൗണിലേക്ക് പോന്ന്, ലിമിറ്റും കാര്യമില്ല. മോനെ ഇതാ വിരാജ്പേട്ട ടൗൺ അങ്ങ് കണ്ട ആ ഒരു വ്യൂ ഉണ്ടാവും. ഓ ഇവിടെ മാസ്കൂലൊരു കോപ്പും ഇല്ല കേട്ടോ. അതുകൊണ്ട ഒരുത്തൊരു മാസ്ക് ഉപയോഗിക്കുന്നില്ല. മാസ്ക് ചില ആൾ ഈ ഒരു താടിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കുന്നതുണ്ട്, അവിടെ നമ്മളും വെക്കുന്നില്ല. ഒരു കിട്ടിയൊരു ചാൻസ് അല്ല. നമ്മൾ തേറ്റിക്ക് വെക്കും, വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വെക്കുക, ടൗണിലെല്ലാം ഇറങ്ങിയാൽ ആളാകുമ്പോൾ. വേണ്ട ചന്ത വേണ്ട. ബുധനും വ്യാഴം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ഒരു പിന്നെ മാർക്കറ്റ്, അതായത് പേട്ടയിൽ ചന്തയാണ്. ഫ്രഷ് പച്ചക്കറി, ഫ്രഷ് സാധനങ്ങൾ ഇതെല്ലാം ഈ ഒരു ബുധനാഴ്ച വ്യാഴാഴ്ച. പറ്റെങ്കിൽ ഇവിടെ വരുമ്പോൾ ബുധനാഴ്ച വ്യാഴാഴ്ച പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിക്കുക, ഫ്രഷ് സാധനങ്ങളായിരിക്കും. നല്ല തിരക്ക്, അടിപൊളി തിരക്കായി ടൗണിൽ. ഇവർ സത്യം പറഞ്ഞാൽ അത്യാവശ്യം മാസ്കെല്ലാം ഇതെല്ലാവരും മാസ്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ടൗണിലിറങ്ങിയാക്കുമ്പോൾ അത്യാവശ്യം മാസ്കെല്ലാം ഉണ്ട്. ഓ ഇതാ നല്ല ഫ്രഷ് സാധനങ്ങളാണ്, പച്ചക്കറി ഫ്രൂട്ട്, ഇതാ മല്ലിയില. ഇവരെ കാരണം ഈ തോട്ടങ്ങളും കാര്യങ്ങളും എടുത്തെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാം ഫ്രഷ് സാധനങ്ങൾ. ഇതാ നല്ലതാ സാധനതാ ചന്തയിലതാ. ശവാനൊക്കെ പലതും പറയണമെന്നുണ്ട്, പക്ഷെ പണം മുഖ്യം പിക്കില്ലേ. ഇവിടെ ഇരുന്ന് മാടിക്കറിയാസ്കാറുന്നത് ഇത് കിട്ടാത്ത സാധനം എന്നല്ല തോന്നിയറ, ഇതെല്ലാം കിട്ടുന്നതാണ്. ആടാ തിരക്ക്, നല്ല തിരക്കായി, ബ്ലോക്കായി. ചന്ത സമയമായിട്ട് നല്ല ബ്ലോക്കായി. ബാക്കിൽ നോക്കിയാൽ വണ്ടികളിലതാ ക്യൂ ആണ്. എന്ത് കൊറോണ എല്ലാം കഴിഞ്ഞ് ചന്ത ഓപ്പണായി, ആളിറങ്ങി. ഇവിടെ പിന്നെ ഈ ഒരു കൃഷിയും കാര്യമെല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മളിപ്പം നമ്മളെ മെയിൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിന്നെ ഇതല്ലേ, അതിൻ്റെ ഇടയ്ക്ക് സോളാപ്പൂരി ചെരുപ്പതാ ഓമിനിയിലല്ലതാ ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ. കേരള ചിപ്സ് കേരളത്തിൽ നിന്ന് വാങ്ങാം, കേരളത്തിൽ നിന്ന് വാങ്ങാം. കേരള ചിപ്സ് കേരളത്തിൽ നിന്ന് വാങ്ങാം. പിന്നെ കർണാടകത്തിലൊന്നും വാങ്ങാ. ഉണക്ക് ഇവർക്ക് മീനൊന്നും അധികം കിട്ടൂല, കാരണം പിന്നെ ഇവിടെ കടലില്ലല്ലോ. നല്ല മംഗലാരം എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റാൻഡേർഡ് ഇതൊന്നല്ല. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഗോവധോ നടപ്പിലായി. അതുകൊണ്ട് വിഷു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആൻസ് വെക്കുന്ന പോലെ ഇവിടെ ഇപ്പോൾ പിന്നെ ബീഫെല്ലാം വെക്കുന്നത്. നല്ല ബാക്കിലോട്ട് ഇപ്പോൾ 2 കിലോ ബീഫ് 300 600 പൈസ കൂടുതലായിരിക്കും, കാരണം ബ്ലാക്ക് അല്ലേ. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും കിട്ടും. ബ്ലാക്ക് സാധനം എല്ലാം ബ്ലാക്ക്. ഇപ്പോൾ പാൻപിരാഗ് കിട്ടും, ചെരുപ്പ് പിടിയെല്ലാം ഉണ്ട് ഇപ്പോൾ പാൻപിരാഗ്. കാരണം വാടക കൊടുക്കാൻ ഈ ഒരു 10 രൂപ പാൻപിരാഗ് ആൻസും കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മളിപ്പോൾ വൺ വേയിലോട്ട് വന്ന് നമ്മളിത് റൈറ്റ് കട്ട് ചെയ്താൽ നമുക്ക് മൈസൂർ ബാംഗ്ലൂർ റൂട്ട് റൈറ്റ് കട്ട് ചെയ്താൽ, നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്യുന്നത് പിന്നെ നമ്മളെ മടിക്കേരി, മൂർനാട്, നാപ്പോക്ക്, കുശാൽനഗർ, അല്ല ഈ അടുത്തോട്ട്. അതിൻ്റെ വീട്ടിലെത്തി ഞാൻ ഫുഡെല്ലാം അടിച്ചിട്ട് നേരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജാ സെറ്റിലേക്ക് നോക്കാം. നല്ല ഞാൻ പറഞ്ഞ പീസ്ഫുള്ളാണ് ഏരിയ എല്ലാം. എന്തോ ഒരു നീറ്റ്, ഭയങ്കര നീറ്റ്നസ്. നമ്മൾ നല്ല ഫുഡ് അടി കഴിഞ്ഞ് നല്ല ഉറക്ക ക്ഷീണമുള്ള നല്ല നെയ്ച്ചോറും ചില്ലിയെല്ലാം അടിച്ച് കഴിഞ്ഞ് ഞാൻ രാജാ സെറ്റിലേക്ക് നോക്കാം. പക്ഷെ ഈ ഒരു ക്ലൈമറ്റും ഫുഡും കൂടി ആക്കുമ്പോൾ കണ്ണ് തുറക്കാനില്ല, ഇറങ്ങിയെടുത്ത് എണീക്കാനില്ല. നേരെ രാജാ സീറ്റിൽ പോവുക. ആ ഒരു പാർക്കും കാര്യങ്ങളും, പിന്നെ അവിടെ ഒരു സൂയിസൈഡ് പോയിന്റ് ഉണ്ട്, എല്ലാം ഒന്ന് കാണുക. നേരെ തിരിച്ച് അപ്പോഴത്തേക്ക് രാത്രിയാവും. മറ്റൊക്കെ ഒന്ന് സൂയിസൈഡ് ഒരിക്കലും തോന്നിയെങ്കിൽ ചെയ്തോട്ട്, നമ്മൾ പിന്നെ ഹാപ്പി ആയല്ലോ. പാട്ട് കയറിയിട്ട് നിനക്കെന്നാ തോന്നിയ കർണാടകത്തിലെന്താ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8-9 മാസമായി നമ്മളെ ഈ ഒരു പേട്ടച്ചോരവും പേട്ടട്ടൗണും കൊടകലൊന്ന് കണ്ടിട്ട്. അപ്പോൾ ഒന്ന് രാജാ സീറ്റും കൂടി പോകണം, പക്ഷെ അത് കുറച്ച് ലൈറ്റാവും, കാരണം ലൈറ്റും കാര്യങ്ങളും പോകും. അപ്പം അതിന് മുമ്പ് സൈൻ ഔട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അമർത്തണം, കാരണം
സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വലിയ സപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.